ഹലോ ഗായ്സ്, ഞാനിന്ന് ഇച്ചിരി ഒന്ന് നേരത്തെ എണീറ്റ് പോയി. അത് കാരണം ചെറിയൊരു തലവേദനയുണ്ട്. ഈ തലവേദന മാറ്റാൻ വേണ്ടി ഒന്ന് കിടന്നുറങ്ങിയേ പറ്റത്തുള്ളൂ. ഇത് ഞാൻ ചൂട് കാരണം സൈഡിലോട്ട് മാറ്റി വെച്ചിരിക്കുന്ന എൻ്റെ ബെഡാണ്. എൻ്റെ വീട്ടിൻ്റെ പുറത്തോട്ടുള്ള ദൃശ്യമാണിത്. നേരം വെളുത്തിട്ടില്ല, വെളുത്തു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിന്ന് ഒരു ഇച്ചിരി നേരം കൂടെ കിടന്ന് ഉറങ്ങിയിട്ട് എണീച്ച് തലവേദന മാറ്റാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഞാൻ ഉറങ്ങാൻ ശ്രമിച്ചിട്ട് നടന്നില്ല. എന്നാൽ പിന്നെ PSC പ്രിപ്പറേഷന് വേണ്ടി വീണ്ടും വന്നിരുന്നാലോ എന്ന് ആലോചിച്ചു. ഞാനിപ്പോൾ ഫിറ്ററിൻ്റെ എക്സാം ഉണ്ട് എനിക്ക്. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെ പഠിക്കണം. പ്രിൻ്റ് എടുത്തില്ല, പേപ്പർ വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചു. ലാപ്പിൽ തന്നെ വെച്ച് പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കിത് പഠിക്കാനുണ്ട്. ഞാനിപ്പം പഠിച്ചു തുടങ്ങുകയാണ്. ഞാൻ അഡോപ്റ്റ് ചെയ്യുന്നത് പ്രൊമഡോറ ടെക്നിക്കാണ്. 25 മിനിറ്റ് കഴിഞ്ഞു, ഇനി 5 മിനിറ്റ് റെസ്റ്റ്. രാവിലെ തന്നെ അച്ഛനാണെങ്കിൽ നെയ്യാറ്റിൻകരയുള്ള പെങ്ങളെ വീട്ടിലോട്ട് പോയിട്ടുണ്ട്. അവിടെയൊക്കെ ഇച്ചിരി ഒന്ന് വൃത്തിയാക്കിയിടണം, വാടകയ്ക്ക് കൊടുക്കാനുള്ള. അപ്പം അമ്മ കാപ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അമ്മയും കൂടെ കൊണ്ട് അങ്ങോട്ട് വിടണം. അച്ഛൻ നേരത്തെ പോയായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വശം. ഈ കാണുന്ന ചാണകം ഇന്നലെ ഞാൻ തലച്ചുമടായിട്ട് എടുത്തുകൊണ്ട് വന്നതാണ്. ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടം പോലെ ചെടി നട്ടു വളർത്തുന്നുണ്ട്, അതിനു വേണ്ടിയുള്ളതാണ്. അപ്പം ഞാൻ ഗേറ്റൊക്കെ തുറന്ന് വണ്ടി എടുത്ത് വെച്ചായിരുന്നു. അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ബാക്കിലെ ടയറിൽ കാറ്റില്ല, തീരെയില്ല. പിന്നെ ഞാൻ അമ്മേനെ ഒരു ബസ്സിലോട്ടങ്ങ് കയറ്റി വിട്ടായിരുന്നു, നെയ്യാറ്റിൻകരയിലോട്ട്. എന്നിട്ട് വണ്ടി തിരിച്ചിറക്കി വയ്ക്കാനുള്ള ശ്രമമാണ് ഞാൻ നടക്കുന്നത്. പക്ഷേ സഫലമാകുന്നില്ല, കാരണം കാറ്റ് തീരെയില്ല. പിന്നെ ഞാൻ വിചാരിച്ച് അവിടെ അങ്ങ് ഇരുത്തോട്ടെ, എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് കാറ്റ് എയർ ചെക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഞാനാണെങ്കിൽ വണ്ടി അവിടെ തന്നെ വെച്ചിട്ട് തിരിച്ചു പോന്നു. എനിക്ക് വണ്ടി ഉരുട്ടിക്കൊണ്ടുപോയി കാറ്റടിച്ചിട്ട് വേണം ടയർ കടയിലോട്ട് പോകാനായിട്ട്. അപ്പോൾ ഞാൻ ഉരുട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ടയർ കടയിലെത്തി, കാറ്റൊക്കെ അടിച്ചതിന് ശേഷം. എന്നിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു, 3 മാസം മുന്നേ ഞാൻ നിങ്ങളുടെ അടുത്ത് നീ ട്യൂബ്ലെസ് ടയർ വാങ്ങിച്ചാണ്, അന്ന് തൊട്ട് എനിക്ക് പണിയാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് പെയിൻ്റ് അടിക്കണം, എന്നാലേ ശരിയാവത്തുള്ളൂ. ഞാൻ പറഞ്ഞു, എന്നാൽ ശരി, ക്ലീൻ ചെയ്തിട്ട് നിങ്ങൾ പെയിൻ്റ് അടിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, പെയിൻറ്റ് ഇവിടെ അടിക്കത്തില്ല. ഇവിടെ അത്യാവശ്യം വലിയൊരു കടയാണ്, മെഷീനറീസൊക്കെ ഉണ്ട്. അത്യാവശ്യം എളുപ്പത്തിൽ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞു, ശരി, എന്നാൽ പിന്നെ നിങ്ങൾ ക്ലീൻ ചെയ്തിടാൻ പറഞ്ഞു. 3 ദിവസം മുന്നേ ഇതുപോലെ എനിക്കൊരു പണി കിട്ടിയപ്പോൾ ഞാനൊരു സാധാരണ ടയർ കടയിലാണ് പോയത്. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു അങ്കിളാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ അങ്കിൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതേ കാര്യം പറഞ്ഞു, നിങ്ങളിതൊന്ന് ട്രിം ക്ലീൻ ചെയ്തതിന് ശേഷം പെയിൻ്റ് അടിക്കണമെന്ന് പറഞ്ഞു. പെയിൻ്റ് അടിച്ച് തരട്ടെ എന്ന് ചോദിക്കുകയും ചെയ്തതാണ്. ഞാൻ പറഞ്ഞു, വേണ്ട, തൽക്കാലം കാറ്റടിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ച് വന്ന് ഇപ്പോൾ വീട്ടിൽ വന്നു. ആ വരവൊന്ന് പകർത്താൻ വേണ്ടി എൻ്റെ ഫോണ് ഒന്ന് മതിലേ മേലെ വെച്ചാണ്. ഫോൺ ഒന്ന് തറയിൽ വീണു. പിന്നെ ഞാൻ ഫോൺ തറയിൽ നിന്നൊക്കെ പറക്കിയെടുത്തു. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് തിരിച്ച് വന്നിട്ട് PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ആശാനെ കണ്ടത്. ഈ പച്ച വീട്ടിലിനെ എനിക്ക് 3 ദിവസം മുന്നേ ആയിട്ട് വാഷിംഗ് ഫേസിൽ വെച്ചിട്ട് വെള്ളത്തിൽ മുങ്ങിത്താന്നിരുന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വിരൽ വെച്ച് കൊടുത്തു. അപ്പോൾ അതിലോട്ട് എന്നെ പിടിച്ച് കയറിയായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ റൂമിൽ കൊണ്ടുവിട്ടു. അപ്പം ഞാനാണെങ്കിൽ പിന്നെ കെയറൊന്നും ചെയ്തില്ല. പക്ഷേ 3 ദിവസം കഴിഞ്ഞും ഇതിപ്പം ജീവനോടുള്ളത് കാണുമ്പോൾ എനിക്ക് അത്ഭുതമാണ് ആക്ച്വലി. ഇപ്പോഴും ഇവിടെയൊക്കെ തന്നെ കറങ്ങി തിരിഞ്ഞ് നടപ്പുണ്ട് ആശാൻ. അങ്ങനെ ഞാനാണെങ്കിൽ അതിനെ കയ്യിൽ ഇങ്ങനെ എടുത്തു. നമ്മൾ വിരലിങ്ങനെ വയ്ക്കുമ്പോഴേ അതിൽ വിരലോട്ടിങ്ങനെ ചാടി കയറി ഇങ്ങനെ വരും. പിന്നെ കയ്യിലൊക്കെ ഇരിക്കും. ഇതുവരെ കടിച്ചിട്ടൊന്നുമില്ല എന്നെ. അപ്പോൾ ആശ ഇങ്ങനെ ഇരിക്കുകയാണ്, എന്തോ ആലോചനയിലാണ്. ക്യാമറയിൽ അടുത്ത് കൊണ്ടുവന്നപ്പോഴേക്കും ഇത് ഔട്ട് ഓഫ് ഫോക്കസ് ആവുന്നുണ്ട് സംഭവം. അപ്പോൾ ഇച്ചിരി ഒന്ന് ദൂരോട്ടൊന്ന് മാറ്റിയപ്പോഴേക്കും ആശാനെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. എന്തോ ഒരു ഫ്രണ്ട്ലി പോലെയായിട്ടാണ് ഇതെൻ്റെ അടുത്ത് പെരുമാറുന്നത്. അങ്ങനെ വലിയ പേടിയൊന്നുമില്ല ആളുകളെ. അത്യാവശ്യം നമ്മളിപ്പോൾ അവിടെ ഇരിക്കുകയാണെങ്കിൽ അവിടേക്കൊന്ന് ഓടിക്കളിക്കുകയൊക്കെ ചെയ്യും. സംഭവം ഇൻസെറ്റാണ്, പെറ്റൊന്നുമല്ല. എന്നാലും കണ്ടുകൊണ്ടിരിക്കാനൊക്കെ നല്ല രസമാണ്. അത് ഇവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് നടപ്പുണ്ട്. കുറേ നേരം കഴിയുമ്പോൾ കാണത്തില്ല. ഇവിടെ പോകണമെന്ന് പുള്ളിക്ക് മാത്രമേ അറിയത്തുള്ളൂ. വൈകുന്നേരം ആയപ്പം ഞാനൊന്ന് നടക്കാൻ ഇറങ്ങി. ഇനിയിപ്പം പുറത്തോട്ടൊന്നും നടക്കാൻ പോകണ്ടെന്ന് തീരുമാനിച്ചു. ഞാൻ എൻ്റെ വീട്ടിൻ്റെ ടെറസിൻ്റെ മണ്ടയിൽ തന്നെ നടക്കാനായിട്ട് സ്റ്റെപ്പൊക്കെ കയറി അങ്ങ് പോവുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ മുകൾ വശം ഒന്ന് കാണിച്ചു തരാം. ഇത് ഇപ്പം ഈ അടുത്തിടയ്ക്ക് കിട്ടിയൊരു
കാർപ്രോച്ചാണ്. കാർപ്രോച്ച് പോലൊരു സംഭവം. പിന്നെ ഈ കാണുന്നത് പച്ചാപ്പും ഹരിതാപവും എന്ന് പറഞ്ഞൊരു എൻ്റെ ടെറസിൻ്റെ മണ്ടയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. വീടിൻ്റെ ചുറ്റും ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. പുറകുവശത്ത് വിളയുമുണ്ട്. പക്ഷേ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു സ്റ്റേറ്റ് ഹൈവേ പോകുന്നുണ്ട്. അതിൻ്റേതായ ബുദ്ധിമുട്ട് ഞങ്ങൾ ഇപ്പോഴും അനുഭവിക്കാറുമുണ്ട്. കാരണം എന്ന് പറയുന്നത് ആ ഒരു പുക, കാർബൺ മോണോക്സൈഡ് അടിച്ച് കയറും. പിന്നെ ഞാനിപ്പം വീട്ടിൻ്റെ മുകളിൽ കിടന്ന് കുറച്ച് എക്സസൈസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നടക്കാനാണ് തീരുമാനിച്ചത്. അപ്പം ഞാൻ എക്സസൈസ് എടുക്കുന്നത് മൊത്തം നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കണമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ തൽക്കാലം ഞാൻ ജസ്റ്റ് ഒന്ന് 2 ചാട്ടമൊക്കെ ചാടി ഒന്ന് സ്ട്രെച്ചൊക്കെ ഒന്ന് ചെയ്ത് കുറേ നേരം റൂമിൽ ഇരുന്ന് വായിച്ചതല്ലേ, അതുകൊണ്ട് ആ ഒരു ചടപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് പതുക്കെ നടന്ന് ശരിയാക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന മാവുണ്ട്. പിന്നെ അപ്പുറത്തെ വീട്ടിലെ തെങ്ങൊക്കെയാണ് ഈ കാണുന്നത്. ഇപ്പോൾ എൻ്റെ വീട്ടിൻ്റെ മണ്ടൽ പക്ഷെ ചുറ്റുമൊക്കെ നോക്കുമ്പോൾ നല്ല വ്യൂ ഉണ്ട്. കാക്കയൊക്കെ കിടന്ന് വട്ടോട്ട് കറങ്ങുന്നുണ്ട്. അതിൻ്റെ കുഞ്ഞിപ്പോൾ എവിടെ ഉണ്ടെന്ന് തോന്നുന്നു. കാക്കക്കൂട് കാണുമായിരിക്കണം. തലയിലൊക്കെ ചിലപ്പോൾ ഒന്ന് കൊത്തി തരും. കൊത്തത്തില്ല, പറന്ന് വന്നിട്ട് ഒരു മാന്തലുണ്ട്. സഹിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ നഖം വെച്ച് എനിക്ക് പണ്ട് കിട്ടിയിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്തൊരു മാന്തല. ഇപ്പോൾ വൈകുന്നേരമായി, കുറേ നേരം നടന്നു കഴിഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല. ഇപ്പോൾ ഒക്കെ ഇരുട്ടി തുടങ്ങി. ആ ആകാശത്തോട്ട് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ആ ചുവല നിറം ഇങ്ങനെ പരന്നിരിക്കുക. കുറേ കഴിയുമ്പം കുറച്ചുകൂടെ ഇരുളും. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 6:15 ആയി. 6:30 അടുക്കുന്നെന്ന് തോന്നുന്നു. വേനൽക്കാലം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. പെട്ടെന്നൊന്നും ഇരുട്ടത്തില്ല. നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഈ സന്ധ്യാസമയത്ത് ഈ ചെടികളും ഈ മരങ്ങളൊക്കെ കാണാനായിട്ട്. ഇപ്പോൾ കാക്കയ്ക്ക് പകരം വവ്വാലിനെയൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോവുകയാണ്. ഇനിയിപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം സുഹൃത്തുക്കളെ.